ഭൂമിയുടെ തെക്കേ അറ്റത്ത് എങ്ങും മഞ്ഞു പുതച്ചു കിടക്കുന്ന അന്റാർട്ടിക്ക. അവിടെയാണ് നമ്മുടെ കഥാനായകന്മാരായ പെൻഗ്വിനുകൾ താമസിക്കുന്നത്. ചിറകുകളുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഈ പക്ഷികളെ കാണാൻ നല്ല രസമാണ് അല്ലേ? കറുപ്പും വെളുപ്പും കലർന്ന ഒരു കോട്ടിട്ടതുപോലെയാണ് ഇവരുടെ രൂപം. കരയിൽ പിച്ചവെച്ച് നടക്കാനേ ഇവർക്ക് കഴിയൂ. എന്നാൽ വെള്ളത്തിലിറങ്ങിയാൽ ഇവർ ബിരുദന്മാരാണ്. നന്നായി നീന്താൻ അറിയാവുന്ന പെൻഗ്വിനുകൾ വെള്ളത്തിനടിയിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇവരുടെ പ്രധാന ഭക്ഷണം കടലിലെ ചെറുമീനുകളും ചെമ്മീനുകളുമാണ്. ഒരിക്കൽ വെള്ളത്തിലിറങ്ങിയാൽ മണിക്കൂറുകളോളം നീന്തി തുടിക്കാൻ ഇവർക്ക് ഒട്ടും മടിയില്ല. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവരുടെ ശരീരത്തിൽ കട്ടിയുള്ള കൊഴുപ്പിന്റെ ഒരു പാളിയുണ്ട്. അത് ഇവരെ മരം കോച്ചുന്ന തണുപ്പിലും ചൂടോടെയിരിക്കാൻ സഹായിക്കുന്നു. പെൻഗ്വിനുകളുടെ കുടുംബജീവിതം വളരെ കൗതുകകരമാണ്. പ്രത്യേകിച്ച് എംപറർ പെൻഗ്വിനുകളുടെ കാര്യം. അമ്മ പെൻഗ്വിൻ മുട്ടയിട്ട ശേഷം ഭക്ഷണത്തിനായി കടലിലേക്ക് പോകും. അപ്പോൾ അച്ഛൻ പെൻഗ്വിനാണ് ആ മുട്ട സംരക്ഷിക്കുന്നത്. കഠിനമായ മഞ്ഞുവീഴ്ചയിൽ നിന്നും രക്ഷിക്കാൻ അച്ഛൻ പെൻഗ്വിൻ മുട്ട സ്വന്തം കാലുകൾക്കിടയിൽ വെച്ച് അടയിരിക്കുന്നു. ആഴ്ചകളോളം ആഹാരം പോലും കഴിക്കാതെയാണ് അച്ഛൻ തന്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത്. അമ്മ തിരികെ എത്തുമ്പോഴേക്കും കുഞ്ഞു പെൻഗ്വിൻ പുറത്തു വന്നിട്ടുണ്ടാകും. പെൻഗ്വിനുകൾ ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടപ്പെടുന്നവരല്ല. വലിയ കൂട്ടമായി താമസിക്കാനാണ് ഇവർക്ക് ഏറെ താല്പര്യം. കൊടും തണുപ്പുള്ള സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് ഒട്ടി നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നത് വഴി അവർക്ക് പരസ്പരം ചൂട് കൈമാറാൻ സാധിക്കുന്നു. കൂട്ടത്തിൽ ഒരാൾക്ക് പോലും തണുക്കാതിരിക്കാൻ ഇവർ ഇടയ്ക്കിടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. എത്ര നല്ല മാതൃകയാണല്ലേ ഇവരുടെ ഈ ഒത്തൊരുമ. പ്രകൃതിയുടെ അത്ഭുതമാണ് ഈ കൊച്ചുപക്ഷികൾ. പ്രതികൂല സാഹചര്യങ്ങളിലും എങ്ങനെ സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കണമെന്ന് പെൻഗ്വിനുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മഞ്ഞുപാളികളിലൂടെ തെന്നി നീങ്ങുന്ന ഈ കുഞ്ഞന്മാരുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.